ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. നമ്മളിപ്പോൾ ഒന്നാം പടിയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മീറ്റിങ്ങിലായിട്ട് പവർലെസ്നെസ്സിനെ കുറിച്ചും അതിനു മുമ്പുണ്ടായ 2 മീറ്റിങ്ങിൽ ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചും ക്രേവിങ്ങിനെ കുറിച്ചും അലർജിയെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ അൺമാനേജബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ കഴിഞ്ഞ 2-3 മീറ്റിങ്ങിലുണ്ടായ അല്ലെങ്കിൽ 4 മീറ്റിങ്ങിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഒരു റിവ്യൂ പോലെ അല്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്? ആദ്യം നമ്മൾ ആൽക്കഹോളിസമിൻ്റെ 1ാമത്തെ പടി തുടങ്ങുന്നത് തന്നെ ഹൗ ഇറ്റ് വർക്ക്സ് എന്നാണ്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൗ ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് വില്ലിങ്നെസ്. സത്യസന്ധത, തുറന്ന മനസ്സ് അല്ലെങ്കിൽ വില്ലിങ്നെസ്. അതിനകത്ത് ഹോണസ്റ്റിയെ കുറിച്ച് 20 പ്രാവശ്യം, അതായത് മൊത്തത്തിൽ 20 പ്രാവശ്യം, 12 ഉൾവിൽ 13 പ്രാവശ്യവും ബുക്കിൽ 7 പ്രാവശ്യം പറയുന്നുണ്ട്. അതിൽ 3 പ്രാവശ്യവും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആദ്യത്തെ പാരഗ്രാഫിലാണ് പറയുന്നത്. പ്രത്യേകിച്ച് റിഗറസ് ഹോണസ്റ്റി, കഠിനമായൊരു സത്യസന്ധത ഉണ്ടാകണം എന്ന പടികളിലേക്ക് കടക്കുമ്പോൾ എന്ന് അവിടെ വിവരിക്കുന്നുണ്ട്. അടുത്തുള്ളതാണ് ഓപ്പൺ മൈൻഡ്നെസ്. ഓപ്പൺ മൈൻഡ്നെസ് എന്ന കാര്യം 25 തവണ ആൽക്കഹോളിസമിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ് ഈ തുറന്ന ഹൃദയം? അതായത് ഒരു എളിമയോട് കൂടിയുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു തുറന്ന മനസ്സ്, അതാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. എല്ലാ മീറ്റിങ്ങുകളും നമുക്ക് തരുന്ന ഒരു അഷുറൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗോഡ് വിൽ റിസ്റ്റോർ us to sanity. ദൈവം നമ്മെ സുബോധവാന്മാരാക്കി തീർക്കുമെന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിൽ സ്വീകരിക്കുകയും ശരിയായ ഒരു എളിമയിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ കണ്ടത് വില്ലിങ്നെസ്സിനെ കുറിച്ചാണ്. വില്ലിങ്നെസ് നമുക്കറിയാം, ഒരു ഒരുക്കം അല്ലെങ്കിൽ ഒരു സൗമനസ്യം അല്ലെങ്കിൽ സമ്മതം, സന്നദ്ധത, യാതൊരു നിർബന്ധവും കൂടാതെ തന്നെ നമ്മൾ സ്വയം ഒരുങ്ങുക എന്നുള്ള അർത്ഥത്തിലൊക്കെ വില്ലിങ്നെസ് നമുക്ക് നിർവചിക്കാം. കാരണം ഈ 3 കാരണങ്ങൾ, അതായത് ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് വില്ലിങ്നെസ്, ഇതാണ് ഒരു മെമ്പർക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണഗണങ്ങൾ ഒരു പടിയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി. പിന്നീട് നമ്മൾ കണ്ടത് മൈൻഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു മെൻ്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നുണ്ട്. അതിന് 74 തവണയാണ് ഈ മൈൻഡിനെ കുറിച്ചും ബുക്കിൽ പറയുന്നത്. അപ്പോൾ മെൻ്റൽ ഒബ്സഷൻ അത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഘട്ടമായ ആദ്യത്തെ കുടി എടുക്കുക. ഇപ്പോൾ ആദ്യത്തെ കുടി അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രിങ്കിനെ കുറിച്ച് 120 തവണ ആൽക്കഹോളിസമിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഡ്രിങ്ക് നമ്മൾ എടുക്കുന്നത് പല രീതിയിലാകാം. ഒരു ഇമോഷൻ്റെ ഭാഗമായിട്ട് ദേഷ്യമോ ഭയമോ, ചിലപ്പോൾ സന്തോഷപരമായ സംഭവമോ അല്ലെങ്കിൽ സ്നേഹം ഉള്ളപ്പോഴൊക്കെ പോലും ആദ്യത്തെ കുടിയിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയിട്ടുണ്ട്. ഭാര്യയോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഓടിയിട്ടുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും ബർത്ത്ഡേയോ വിവാഹ വാർഷികമോ ഒക്കെ വരുമ്പോഴും ഞാൻ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കുടികളിലേക്കുള്ള ഭ്രാന്തമായ ഓട്ടം അത് നിർത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ആൽക്കഹോളിസമിൻ്റെ പടികൾ സഹായിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഫസ്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ സംഗതി ഒഴിവാക്കാനായിട്ട്, ആദ്യത്തെ കൂടി ഒഴിവാക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും
പലപ്പോഴും പറയുന്നുണ്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന്. ആ ഒരു സാധിക്കുന്നില്ല എന്ന അവസ്ഥയിൽ നിന്ന് സാധ്യമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പം എന്താണ് ഫസ്റ്റ് ഡ്രിങ്കിങ്ങിലേക്ക് നമ്മളെ നയിക്കുന്നത്? നമ്മൾ പറഞ്ഞ മെന്റൽ ഒബ്സഷൻ. ഈ മെന്റൽ ഒബ്സഷൻ ഉണ്ടാകാനുള്ള കാരണം തിങ്കിങ് കൊണ്ടാണ്, ചിന്ത കൊണ്ടാണ്. അത് മാനസികമായ ഒരു സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ആദ്യത്തെ കൂടിയിലേക്ക് നയിക്കുന്നത് നമ്മുടെ തെറ്റായ ചിന്തയാണ്. അപ്പോൾ ആ തിങ്കിങ്ങിനെ കുറിച്ച് 44 തവണയാണ് ആൽക്കഹോളിസത്തിന്റെ ബുക്കിൽ പറയുന്നത്. തിങ്കിങ്ങിനെ കുറിച്ച് അല്ലെ ചിന്തകളെ കുറിച്ച് 130 തവണയും. അപ്പോൾ ഈ ചിന്തകളെ നമുക്കറിയാം, വിസ്കിയിൽ പാലൊഴിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്ന ആളെ കുറിച്ചും 25 വർഷം വരെ കുടിക്കാതിരുന്നിട്ട് വീണ്ടും കുടിച്ച ഒരാളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതുകൂടാതെ ഒരു ദീർഘദൂര യാത്രയ്ക്ക് പോയപ്പോൾ ഒരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ വീണ്ടും കുടിച്ചേക്കാമെന്ന് വിചാരിച്ച ആളെ കുറിച്ച് ചിന്തിച്ചു. ഇതെല്ലാം ആദ്യത്തെ കൂടി നമ്മളെ എങ്ങനെ റിലാപ്സിലേക്ക് എത്തിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യത്തെ കൂടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ശാരീരികമായ അലർജി. അപ്പോൾ ബോഡിയെ കുറിച്ച് 14 തവണയാണ് ആൽക്കഹോളിസം അനോണിമസിന്റെ ബുക്കിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ മാനസികമായ സമ്മർദ്ദം അല്ലെങ്കിൽ മെന്റൽ ഒബ്സഷൻ അത് എല്ലാ തരത്തിലുള്ള അബ്നോർമലായിട്ട് കുടിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അവരുടെ വിചാരം, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഷിബു ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വിചാരം, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് സന്തോഷകരമായിട്ട് നിയന്ത്രിച്ച് കുടിക്കാൻ സാധിക്കും. അങ്ങനെ ആ ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴാണ് വീണ്ടും കുടിക്കുന്നത്. അതിന് നോർമലാണെന്ന്, മെന്റൽ ഒബ്സഷൻ നോർമലാണെന്ന് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ എന്തെങ്കിലും സാധാരണ മട്ടിൽ കുടിക്കാൻ പറ്റുമെന്ന ഈ മിഥ്യയായ ചിന്തയെ പിന്തുടർന്ന് ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ജയിൽ, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ബുക്കിൽ വായിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. കുടി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജയിലിലോ മരിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഡീഅഡിക്ഷൻ സെന്ററിലോ നമ്മൾ എത്തിച്ചേരുന്നു. ഇത് പലപ്പോഴും പലർക്കും ഒരു കഥയായിട്ട് തന്നെ തുടരുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അല്ലെങ്കിൽ ആൽക്കഹോളിസം ഉള്ള ഭൂരിഭാഗം പേർക്കും അറിയാം പലരും ജയിലിൽ കിടക്കുന്നതും ഈ തരത്തിൽ മരണപ്പെട്ടതും അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിപ്പെട്ടതും ഒക്കെ. മെന്റൽ ഒബ്സഷനെ കുറിച്ച് കഴിയുമ്പോഴാണ് പിന്നീട് ശരീരത്തിന്റെ അലർജിയെ കുറിച്ച് പറഞ്ഞത്. അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ മദ്യാസക്തനായിട്ടുള്ള ഒരാള് ആദ്യത്തെ കുടി അദ്ദേഹത്തിന്റെ ബോഡിയിലേക്ക്, ശരീരത്തിലേക്ക് ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിലല്ലാത്ത ഒരു അസാധാരണ റിയാക്ഷനാണ് അയാളിൽ ഉണ്ടാകുന്നത്. അത് ഒരു ആൽക്കഹോളിക്കായ ആളുടെ ശരീരത്തിന്റെ കെമിസ്ട്രി മൂലമാണ്. ആൽക്കഹോളിക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെയാണ്. സാധാരണ നോർമൽ ഡ്രിങ്കറിനെ പോലെയല്ല അമിത മദ്യപാന രോഗി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവരൊരു പെഗ് കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കാനായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള അലർജി അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. പിന്നെ അതിനെ വീണ്ടും വീണ്ടും കുടിക്കുന്ന അതിനെ ഫിനോമിനൺ ഓഫ് ക്രേവിങ് അല്ലെങ്കിൽ ആസക്തിയുടെ പ്രതിഭാസം എന്നാണ് ബുക്ക് പറയുക. അപ്പോൾ ഒരു കുടിയിൽ നിന്ന് മാറി നിൽക്കാതെ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നീട് നമ്മൾ കണ്ടത് ക്രേവിങ് നമ്മൾ പറഞ്ഞ 11 തവണയും ഫിനോമിനൻ ഓഫ് ക്രേവിങ് 9 തവണയും പറയുന്നുണ്ട്. അപ്പോൾ അലർജി ബാധിക്കുന്നത് ശരീരത്തിനെയും ക്രേവിങ് ബാധിക്കുന്നത് മനസ്സിനെയും പിന്നീട് നമ്മുടെ ആത്മീയമായ രോഗമാണെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ധാർമ്മികമായിട്ട് നമ്മൾ താഴെ പോയത് എന്നാണ് ബിഗ് ബുക്കിലൂടെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും റിക്കവറിയിൽ നിൽക്കുന്ന ഒരാൾ റിക്കവേർഡ് ആയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ, മെന്റൽ ഒബ്സഷൻ അതിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിള്, തുടർച്ചയായിട്ടുള്ള സോബറായിട്ട് നിൽക്കാനുള്ള തുടർച്ചയായിട്ടുള്ള ഒരു സ്ട്രഗിള് അയാളിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ രോഗം ഒരിക്കലും ക്യൂർ ആകുന്നില്ല എന്നും നമ്മൾ കണ്ടു.
പിന്നീട് നമ്മൾ കണ്ട വാക്ക് കൺട്രോളാണ്. ആ വാക്ക് 29 തവണയാണ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുടിക്കെതിരായിട്ടുള്ള ഒരു കൺട്രോൾ നമുക്ക് കിട്ടുകയില്ല എന്ന് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അതിന് 1-ാം പടിയിൽ അത് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത പടികളിലേക്ക് നമ്മളെ ആൽക്കഹോളിക് അനോണിമസ് നയിക്കുന്നത്. അടുത്തതായി നമ്മൾ കണ്ടത് ആൽക്കഹോളിക് എന്ന വാക്കാണ്. ആൽക്കഹോളിക് എന്ന വാക്ക് അല്ലെങ്കിൽ മദ്യാസക്തൻ എന്ന വാക്ക് 266 തവണയും ആൽക്കഹോളിസത്തെ കുറിച്ച് 97 തവണയും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആൽക്കഹോളിസത്തെ കുറിച്ച് 51 പേജിൽ 1 മുതൽ 51 പേജിൽ 97 തവണ പറയുന്നുണ്ട്. അലർജിയെ കുറിച്ച് 6 പ്രാവശ്യം പറയുന്നുണ്ട്. അലർജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ബിഗ് ബുക്ക് സാധാരണ മനുഷ്യന് ഒരു മോഡറേറ്റ് ഡ്രിങ്കറെ പോലെ അല്ലെങ്കിൽ മിതമായി കുടിക്കുന്ന ഒരാളെ പോലെ കുടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ മദ്യത്തോടൊരു അലർജികളാണ്. ഒരു ആൽക്കഹോളിക്കിന് മദ്യത്തോട് അലർജിയുണ്ട്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, അടിസ്ഥാന കാര്യം. അപ്പോൾ അടുത്തത് നമ്മൾ കണ്ടത് പവർലെസ്സിനെ കുറിച്ചാണ്. 8 തവണയാണ് പവർലെസ് പറയുന്നത്. പവർലെസ്നെസ്സിനെ കുറിച്ച് 4 തവണയും റിലാപ്സിനെ കുറിച്ച് 7 തവണ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്ലിപ്പ് അല്ലെങ്കിൽ റിലാപ്സിനെ കുറിച്ച് നമ്മൾ 3 കഥകളിലൂടെ കേട്ടു. സ്ലിപ്പ് എന്ന് പറയുന്നത് സോബറിറ്റി ലോസ്റ്റ് ഇറ്റ്സ് പ്രിയോറിറ്റിയാണ്. സുബോധത്തിന് എപ്പോഴാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നത് അപ്പോഴാണ് നമുക്ക് സ്ലിപ്പ് ഉണ്ടാകുക. ഒട്ടുമിക്കവർക്കും തന്നെ സ്ലിപ്പ് ഉണ്ടാകുന്നത് ആദ്യ കാലഘട്ടത്തിലാണ്. അതായത് ആൽക്കഹോളിക് അനോണിമസിന്റെ റിക്കവറി പ്രോഗ്രാമിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ വീഴ്ചകളെല്ലാം നമ്മൾ സ്ലിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഒരു പക്ഷേ എയുടെ ഈ മാറിയ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ആൽക്കഹോളിക് അനോണിമസിന്റെ മാറിയ മനോഭാവം സൃഷ്ടിക്കുന്ന ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എയുടെ ഈ ഫിലോസഫി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം എയുടെ ഈ സൈക്കിക് ചേഞ്ചിനുള്ള ഈ ഫിലോസഫി കണ്ടുപിടിച്ചാൽ മാത്രമേ അയാൾക്കൊരു സ്വന്തം കാലിൽ, ഒരു ബലമുള്ള കാലിൽ ആൽക്കഹോളിക് അനോണിമസിൽ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഫിലോസഫി എന്ന വാക്ക് 6 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം ഒരു തത്വദർശനമെന്നോ ജ്ഞാനാന്വേഷണമെന്നോ ഒക്കെയാണ്. അപ്പോൾ മോറൽ എന്ന വാക്ക്, മോറൽ സൈക്കോളജിയെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിനകത്ത് മോറൽ എന്ന് പറയുന്ന വാക്കിന് സദാചാരപരം, ധർമ്മനിഷ്ഠമായ അല്ലെങ്കിൽ ധാർമ്മികമായ അല്ലെങ്കിൽ ധർമ്മ വിവേചനപരമായ എന്നുള്ള തരത്തിലാണ്. അപ്പോൾ മോറൽ സൈക്കോളജി വേണമെങ്കിൽ ഒരു അച്ചടക്കവും ഒരു വിശ്വസ്തതയൊക്കെ കലർന്ന ഒരു ആത്മവീര്യത്തില് സ്വന്തം ജീവിതത്തെ നയിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. സൈക്കോളജി നമുക്കറിയാം മനഃശാസ്ത്രമാണ്. അല്ലെങ്കിൽ മനസ്സിനെ പറ്റിയുള്ള പഠനം. ഒരു സദാചാര മനഃശാസ്ത്രം എന്നാണ് മോറൽ സൈക്കോളജിയെ കുറിച്ച് ഡോക്ടർ സിൽക്വർത്ത് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് മോറൽ സൈക്കോളജി? ഏറ്റവും ചുരുക്കത്തിൽ പുതിയ അറിവുകൾ നേടുക, സദാചാരപരമായിട്ടുള്ള പുതിയ അറിവുകൾ നേടുക. നമ്മൾ കേട്ടിട്ടുണ്ട് പുതിയ അറിവുകൾ പഴയ അറിവുകളെ പുനർനിർമ്മിക്കുമെന്ന്. അപ്പോൾ പുതിയ അറിവുകൾ നേടിക്കൊണ്ട് പഴയ അറിവുകളെ പുനർനിർമ്മിക്കുന്ന ഒരു പരിപാടിയിലൂടെയാണ് ആൽക്കഹോളിക് അനോണിമസിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് ഒരു ആൽക്കഹോളിക് അനോണിമസിന്റെ ഉള്ളിലുള്ള ഒരു കോട്ട് ഇങ്ങനെയാണ്: The road to sobriety is a simple journey for confused people with a complicated disease. അതായത് സുബോധത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ലളിതമായ പരിപാടിയാണ്. അത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആയ ആളുകളുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായ അസുഖമുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സിമ്പിൾ ജേർണിയാണ് ഈ പറയുന്ന സുബോധാവസ്ഥ. കാരണം 12 പടികൾ അല്ലെങ്കിൽ 12 പടികൾ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. എപ്പോഴും നമുക്ക് സംശയവും ഉത്കണ്ഠയും അല്ലെങ്കിൽ എന്താണ് എന്നറിയാനുള്ള എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയൊക്കെ വരാറുണ്ട്. അത് നമുക്ക് വരുന്നത് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളതാണ്. മദ്യാസക്തി എന്ന് പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മോറൽ സൈക്കോളജിയെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ സദാചാര മനഃശാസ്ത്രം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കേണ്ടത്. കണ്ടത് ഇങ്ങനെ ഒരു ഹൗ ഉള്ള ഒരാൾക്ക് 1-ാം പടി ചെയ്യുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം
ലൈയിങ്, നുണ പറഞ്ഞു, അല്ലെങ്കിൽ ചീറ്റിംഗ്, വഞ്ചന ചെയ്തു, സ്റ്റീലിംഗ് അല്ലെങ്കിൽ മോഷണം ചെയ്തു എന്നുള്ള ഇതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഈ ലളിതമായ പരിപാടി, അതായത് ബിഗ് ബുക്കിൽ 29 തവണ പറഞ്ഞിരിക്കുന്ന ഈ സിമ്പിൾ പ്രോഗ്രാമിനെ കുറിച്ച് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ മുഴുവനായി വിട്ടുകൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു. കൂടാതെ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് മീറ്റിംഗ്, ഇത് നമ്മൾ ചെയ്യുന്നത് ബിഗ് ബുക്കിലെ, അതൊരു ടെക്സ്റ്റ് ബുക്കാണ്, അല്ലെങ്കിൽ പാഠപുസ്തകമാണ്. സ്കൂൾ കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ പാഠപുസ്തകം പഠിക്കണം, എഴുതണം. അതുകൂടാതെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അപ്പോൾ റീഡിങ്ങിനെ കുറിച്ച് 30 പ്രാവശ്യവും മീറ്റിങ്ങിനെ കുറിച്ച് 15 പ്രാവശ്യമാണ് ആൽക്കുളിസ് എംഎസിന്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കുകൾ ഞാൻ ഇങ്ങനെ ഓർത്തെടുത്ത് എന്താണ് നമ്മൾ ആ കഴിഞ്ഞ 2 മീറ്റിങ്ങിൽ പറഞ്ഞതെന്ന് ഒന്ന് ഓടിച്ചൊരു റിവിഷൻ നടത്തിയതിന് ശേഷമാണ് അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ഞാൻ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ പെഗ് എടുക്കുമ്പോൾ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അലർജി. അതൊരു ക്രേവിങ്, മൈൻഡിലുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ക്രേവിങ് അല്ലെങ്കിൽ ആർത്തി. അലർജിയെ കുറിച്ച് 6 തവണയും ക്രേവിങ് എന്ന് പറയുന്ന ആർത്തിയെ കുറിച്ച് 11 തവണയും ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കണ്ട വാക്ക് ഡ്രിങ്കിങ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഡ്രിങ്കിങ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന 198 തവണയാണ്. തിങ്കിങ് ഉപയോഗിച്ചിരിക്കുന്ന 18 തവണയാണ്. അതായത് 18 തവണ ചിന്തിക്കുന്നത് കൊണ്ട് 198 തവണ നമ്മൾ കുടിച്ചു എന്ന് വേണമെങ്കിൽ കാണാം. അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ 18 തവണ തിങ്കിങ് എന്നുള്ളൊരു വാക്ക് ബിഗ് ബുക്കിലെ വിവിധ തര അവസ്ഥകളിൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തിങ്കിങ് ഡ്രിങ്ക് എന്ന വാക്ക് 44 തവണയും ആൽക്കഹോളിക് എന്ന വാക്ക് 97 തവണയും ഈ 51 പേജിൽ, അതായത് 1 മുതൽ 51 പേജ് വരെയുള്ളതിന് 97 തവണയും ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ് എന്ന വാക്ക് 44 തവണ, ഡ്രിങ്ക് എന്ന വാക്ക് 120 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. മെന്റൽ ഒബ്സഷനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒബ്സഷൻ എന്ന വാക്ക് 20 തവണയും, പവർഫുൾ അല്ലെങ്കിൽ ശക്തി എന്ന വാക്ക് 15 തവണയും, കൺട്രോൾ എന്ന വാക്ക് 29 തവണയും ഉപയോഗിച്ചിട്ടുണ്ട്. പവർഫുൾ 15 തവണയും പവർലെസ്നെസ് അല്ലെങ്കിൽ ശക്തിഹീനത 8 തവണയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പവർലെസ്നെസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 2 മീറ്റിങ്ങിലും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതായതുകൊണ്ട് വീണ്ടും അതിനകത്തേക്ക് പോകാൻ ഇന്ന് താല്പര്യപ്പെടുന്നില്ല. അടുത്തത്, നമുക്കറിയാം, ഒരു കുടി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ബോഡിയിൽ ഒരു അലർജി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ക്രേവിങ് രൂപപ്പെടുന്നു. എന്തുകൊണ്ടാണ് ക്രേവിങ് രൂപപ്പെടുന്നത്? കുടി നേരിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ കെമിസ്ട്രിയെ ബാധിക്കുകയാണ്. അത് നേരിട്ട് കണക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ കെമിസ്ട്രിയെ പറ്റിയാണ്. ഒരു ആൽക്കഹോളിക്കിന്റെ ശരീരത്തിന്റെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ഒരു നോർമൽ ആൽക്കഹോളിക്കിന്റെ ശരീര കെമിസ്ട്രിയേക്കാൾ വ്യത്യസ്തമാണ് ഒരു അഡിക്ഷൻ ഉള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൽക്കഹോളിക്കിന്റെ ശരീരത്തിന്റെ കെമിസ്ട്രി. അതുകൊണ്ടാണ് ഈ ക്രേവിങ് രൂപപ്പെടാനുള്ള കാരണം. ആരാണ് ഈ മെന്റൽ ഒബ്സഷനെ കുറിച്ച് പറഞ്ഞത്? ഡോക്ടർ കാൾ ജങ് ആണ്. ശാരീരികമായ അലർജിയാണെന്ന് പറഞ്ഞത് ഡോക്ടർ സിൽക്ക്വർത്ത് ആണ്. അപ്പോൾ ഡോക്ടർ കാൾ ജങ് ഈ മെന്റൽ ഒബ്സഷനിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് വേണം എന്ന് റോളണ്ട് ഹസാർഡിനോട് പറഞ്ഞത് നമ്മൾ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഞാൻ സമ്മതിച്ചു എന്നുള്ള ആദ്യത്തെ പാർട്ടില് ആഴത്തിലും ഒരു ഗൗരവമായിട്ടുള്ള ഒരു സ്വീകരണം എനിക്കുണ്ടായാൽ മാത്രമേ പിന്നീടുള്ള സ്റ്റെപ്പുകളിലേക്ക് എനിക്ക് പോകാൻ കഴിയും. എനിക്ക് ബുദ്ധി കൊണ്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധി കൊണ്ടുള്ള തീരുമാനമല്ല. ചിലപ്പോൾ നമുക്ക് ബുദ്ധിയിൽ തീരുമാനിക്കും, ഉള്ളിൽ ഹൃദയത്തിൽ നമുക്ക് തീരുമാനിക്കാം. ബുദ്ധിയിൽ തീരുമാനിക്കുന്നത് ശരിയാണ്. ആൽക്കഹോളിക് മദ്യം ആദ്യത്തെ കുടി കഴിയുമ്പോൾ ക്രേവിങ് ഉണ്ടാവുന്നു, ബോഡി അലർജി ഉണ്ടാവുന്നു എന്നോ, തിങ്കിങ് ആണ് പ്രശ്നം, ഡ്രിങ്കിങ് അല്ല എന്നൊക്കെ ഒരുപാട് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് കാര്യമില്ലാതെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് ഒരു അക്സെപ്റ്റൻസ് ഞാൻ ഉണ്ടാക്കി മാത്രമേ ഈ പവർലെസ്നെസ്സിൽ നിന്ന് എനിക്ക് രക്ഷ നേടാനായിട്ട്
സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ ഷിബു ഞാനൊരു ആൽക്കഹോളിക്കാണ്, അല്ലെങ്കിൽ ഐ ആം ആൻ ആൽക്കഹോളിക് എന്ന ചിന്ത എനിക്ക് എപ്പോഴും വേണം. അത് ചിന്ത ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഹൗ വർക്ക് ചെയ്യണം. ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ്, വില്ലിങ്നെസ് വർക്ക് ചെയ്യണം. നമ്മുടെ പ്രോഗ്രാം ഉണ്ടായത് തന്നെ 6 മാസം സോബറായിരുന്ന BW 6 മണിക്കൂർ മാത്രം സോബറായിരുന്ന ഡോക്ടർ ബോബിന്റെ അടുത്ത് സന്ദേശം എത്തിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിലൂടെയാണ്. അപ്പോൾ ഞാൻ കുടിക്കാതിരിക്കുന്നു, മറ്റുള്ളവരെ കുടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കൺസെപ്റ്റ് ലൂടെയാണ് ഒന്നാം പടി നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മുടെ പവർലെസ്നെസ് മറ്റുള്ളവർ പറയുന്നതിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം ഡോക്ടർ ബോബിന്റെ അടുത്ത് അത്രയും ബുദ്ധിയും ഒരുപാട് കഴിവും MD ആയിരുന്ന ഡോക്ടർ ബോബിന്റെ അടുത്ത് ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. അത് എന്തുകൊണ്ടാണ്? അത് ഇന്റലക്ച്വലാണ്, അല്ല അതിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു കഴിവ് കൊണ്ടല്ല BW ഡോക്ടർ ബോബിന്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ബോബ് പിന്നീട് പാസിറ്റോണിൽ എഴുതിയത്, ഞാൻ എൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടു എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പുസ്തകങ്ങളിലൂടെ വായിച്ച കാര്യങ്ങളല്ല, അയാളുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. അതാണ് പുള്ളിക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആൽക്കഹോളിസത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ കുടി എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു സർവൈവല് നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം നമ്മൾ 2-3 ഉദാഹരണങ്ങൾ കണ്ടപ്പോൾ ആദ്യത്തെ ആള് ഇവിടെ 4 വർഷം കൊണ്ട് മരിച്ചതൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മീറ്റിങ്ങിൽ നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് ബുദ്ധിപരമായിട്ടുള്ള കുറച്ച് ആസ്പെക്ട് എന്ന് പറയുന്നത്, നമ്മൾ ഒരു റിങ്ങിലേക്ക് കയറിയാൽ മാത്രമേ അവിടെ നിൽക്കുന്ന ആൾ നമ്മൾ ഇടിക്കുകയുള്ളൂ. അതായത് നമ്മൾ എല്ലാം തയ്യാറായി നമ്മുടെ കയ്യിൽ ഓറയൊക്കെ ഇടിക്കളത്തിലേക്കാണ് ബോക്സിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലത്തേക്കാണ് ആ കയ്യിലിടുന്ന ആ ഓറയൊക്കെ ഇട്ടിട്ട് നമ്മൾ കയറുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഇടിയുള്ളൂ. അപ്പൊ ഡോണ്ട് ഡ്രിങ്ക് എന്ന് വെച്ചാൽ നമ്മൾ കുടിച്ചില്ലെങ്കിൽ നമ്മൾ കുടിയനാകുന്നില്ല. അപ്പോൾ കുടിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഞാൻ ആഴത്തില് എൻ്റെ ഹൃദയത്തില് ഗൗരവപൂർണമായിട്ട് എടുക്കണം. അങ്ങനെ ഒരു ഗൗരവപൂർണമായിട്ട് എടുക്കുന്ന ആൾക്ക് മാത്രമേ അടുത്ത 11 പടികളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസിലെ ആദ്യത്തെ പടി, പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്ന പടി, 100% ചെയ്യാൻ പറ്റുന്ന പടി, ഒരു ലാഡർ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോണി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണെന്ന് പറയാം. ആ കോണിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ റെക്കോർഡ് പരിശോധിക്കുക എന്ന് പറയും, അല്ലെ? എഴുതി നമ്മുടെ ലുക്ക് അറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡുകൾ പരിശോധിക്കുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വീണ്ടും കുടിച്ചത്? 3 പ്രാവശ്യം 3 പെഗ് അടിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന ആൾ 23 തവണ കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആൽക്കഹോൾ എൻ്റെ ജീവിതത്തിലെ 90% കാര്യങ്ങളും തീരുമാനിക്കുന്ന രീതിയിലേക്ക് മാറിയത് അങ്ങനെയാണ്. അത് ആൽക്കഹോൾ എന്തൊക്കെയാണ് തീരുമാനിച്ചെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാറിൽ നിന്ന് കുടിച്ചത് ഓർക്കുന്നുണ്ട്. പിന്നീട് ഞാൻ തൃശ്ശൂര് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഉറങ്ങിയിട്ട് എണീറ്റത്. അപ്പൊ ഞാൻ എങ്ങനെ ആ കുടിയാണ് എന്നെ നിയന്ത്രിച്ചുകൊണ്ട്. അപ്പൊ 90% എവിടെ പോകണം, എന്ത് കഴിക്കണം, എവിടെ ജീവിക്കണം, ഇതൊക്കെ ചിന്തിക്കുന്ന എൻ്റെ ചിന്തകളെ മുഴുവൻ 90% നിയന്ത്രിച്ചിരുന്നത് കുടിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ പവർലെസ്നെസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞു കേൾക്കാണ്ട്, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു മദ്യാസക്തനായിട്ടുള്ള ഒരാള് കുടി നിർത്തിയില്ലെങ്കിൽ ആൽക്കഹോൾ അവനെ നിർത്തുമെന്ന്. ആൽക്കഹോൾ അവനെ നിർത്തുമെന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുമെന്ന് തന്നെയാണ് അർത്ഥത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു ആൽക്കഹോളിക്ക് ആൽക്കഹോൾ നിർത്തിയില്ലെങ്കിൽ ആൽക്കഹോൾ അവനെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലേ അവൻ രോഗിയാവുകയോ ദുരിതത്തിൽ തുടരുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ റിക്കവറി മീറ്റിങ്ങുകളിൽ പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാവം മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഞങ്ങൾ സമ്മതിച്ചു. അപ്പോൾ ഇതിനാൽ നമ്മൾ ഏകദേശമൊക്കെ ശക്തിഹീനനാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഡാഷ്, എന്താണ് ഈ ഡാഷ്? ഡാഷ് എന്ന് പറയുന്നത് അടുത്ത സെന്റൻസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്.
അല്ലെങ്കിൽ അതൊരു ന്യൂ ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിനൊരു ടോപ്പിക്കാണ്, അതിൻ്റെ പേരാണ് പവർലെസ്നെസ്. രണ്ടാമത്തെ അല്ലെങ്കിൽ പവർലെസ്നെസ് അല്ലെങ്കിൽ ശക്തിഹീനത. രണ്ടാമത്തെ ടോപ്പിക്കിൻ്റെ പേരാണ് അൺമാനേജബിലിറ്റി അല്ലെങ്കിൽ അനിയന്ത്രിതമായ അവസ്ഥ. അപ്പോൾ പവർലെസ്നെസ്സും അൺമാനേജബിളുമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ അൺമാനേജബിലിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ ഭാഗമാണ്. അത് ഡാഷിന് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഭാഗത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് കാണുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തിന് അൺമാനേജബിലിറ്റി എന്ന് കാണുന്നത് അത് നമ്മുടെ ജീവിതം മുഴുവൻ അനിയന്ത്രിതമായി പോയി എന്നുള്ളതാണ്. 100% അനിയന്ത്രിതമായി പോയി. അപ്പോൾ ആദ്യത്തെ ഭാഗത്തെ പ്രോബ്ലം ഒരു പക്ഷെ 10% മുതൽ 60% അല്ലെങ്കിൽ 70% ഒക്കെ ആയിരിക്കും ഒരാളെ ബാധിച്ചിട്ടുള്ളത് എങ്കിൽ അൺമാനേജബിലിറ്റി 100% മാറണം. അതിൻ്റെ ഇടയിൽ ഒരു ഡാഷ് ഉണ്ട്. ഈ ഡാഷ് എന്ന് പറയുന്നത് രണ്ട് ടോപ്പിക്കുകളെ വിവരിക്കാനാണ്. അത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആൻഡ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഡാഷ് ആണ്, ഒരു വരയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സെയിം ആണ്. അപ്പോൾ എന്താണ് അൺമാനേജബിലിറ്റി? അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പ്രോബ്ലത്തിന് നോ ചോയ്സ് ആണ്, നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തതാണ് പ്രോബ്ലം. ആദ്യത്തെ പാർട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. നമ്മൾ വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആൽക്കഹോളിക്കായിട്ട് മാറും. അതാണ് അതിൻ്റെ അഡിക്ഷൻ്റെ ഭാഗമായിട്ട് പ്രോബ്ലത്തെ പറ്റി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അൺമാനേജബിലിറ്റി 100% ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ വിൽ കാരണം. വില്ലെന്ന വാക്കിന് മലയാളത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആഗ്രഹമെന്നോ ഇച്ഛയെന്നോ ഇഷ്ടമെന്നോ എന്തൊക്കെ ഒരുപാട് വാക്കുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വിൽ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒരു താല്പര്യം എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ താല്പര്യം ഈ താല്പര്യം ഒരിക്കലും സുഖപ്പെടുന്നില്ല. നമുക്ക് നമ്മുടേതായ കുറേ താല്പര്യങ്ങളുണ്ട്. അത് എന്തില് ബേസ് ചെയ്തിരിക്കുന്നതാണ്? നമ്മുടെ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർനെസ്സിന് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സ്വാർത്ഥതയാണ് നമ്മൾ അത് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ബുക്കിൽ 60ാമത്തെ പേജ് പറയുന്നുണ്ട് സെൽഫ് സെൻറ്റേർഡ് ആൻഡ് ഈഗോ സെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയമായിരിക്കില്ല എന്ന് നാം ബോധ്യമുള്ളവരായിരിക്കലാണ് അതിൻ്റെ ഒന്നാമത്തെ ആവശ്യകത. അപ്പോൾ അൺമാനേജബിലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ പേജ് നമ്പർ 59 മലയാളം ബുക്കിൽ പറയുന്നുണ്ട്. സ്വന്തം ഇച്ഛയാൽ അവനവൻ്റെ ആഗ്രഹത്താൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയകരമല്ല. അതാണ് അൺമാനേജബിളിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനം. പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ റിക്കവേർഡായി. എന്താണ് പ്രോബ്ലം? ബോഡിയുടെ നമ്മൾ ഡ്രിങ്ക് എടുക്കുന്നില്ല, അപ്പം നമ്മുടെ ശരീരം രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പം മൈൻഡിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല, മെൻ്റൽ ഒബ്സഷൻ ഇല്ല. അങ്ങനെ നമ്മൾ റിക്കവേർഡായി. പക്ഷെ രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ അൺമാനേജബിലിറ്റിയാണ്. അവിടെ നമ്മൾ നോട്ട് ക്യൂർഡ് എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും സുഖപ്പെടുന്നില്ല. കാരണം നമ്മളെപ്പോഴും നമ്മുടെ സ്വേച്ഛയാലാണ് നയിക്കപ്പെടുന്നത്. എന്നാൽ അവിടെ സ്വേച്ഛയാൽ നയിക്കപ്പെടുന്ന ഒരാളെ പറ്റി ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ബുക്കിൽ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയകരമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ നാം എല്ലായ്പ്പോഴും തന്നെ ഏറ്റുമുട്ടലിൽ ഏർപ്പെടും. മിക്ക ആളുകളും സ്വയം പ്രേരണയാൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ പ്രകടനവും ഒറ്റയ്ക്ക് തന്നെ നടത്തണമെന്ന് നശിക്കുന്ന ഒരു നടനെ പോലെയാണ് ഓരോരുത്തരും. ലൈറ്റും ഗായക സംഘവും സീനിയറുടെയും മറ്റു നടന്മാരുമൊക്കെ തനിക്ക് വേണ്ടി ഒരുക്കപ്പെടണമെന്നും തൻ്റെ വഴിക്ക് വരണമെന്നുമാണ് അയാളുടെ ആഗ്രഹം. ഈ പറഞ്ഞതുപോലെ ഇയാളുടെ സജ്ജീകരണങ്ങളൊക്കെ സാധിച്ചാൽ അയാൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക് ആഗ്രഹിക്കുന്ന പോലെ ആളുകൾ ചെയ്താൽ അയാളുടെ പ്രകടനം മഹത്തരമായിരിക്കും. അയാൾ ഉൾപ്പെടെ എല്ലാവരും സന്തുഷ്ടരാകും, ജീവിതം അതിശയമാകും. ഈ ഒരുക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനാൽ നമ്മുടെ നടൻ ചിലപ്പോഴൊക്കെ തികച്ചും മേന്മയുള്ളവനാകാം. അയാൾ ദയാലുവും മറ്റുള്ളവരുടെ വികാരങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നവനും ക്ഷമാശീലനും ഉദാരമതിയും ആകാം. വിനീതനും ശുദ്ധൻ പോലും ആയിരിക്കും. നേരെ മറിച്ച് അവൻ ദുഷ്ടനും അഹങ്കാരിയും സ്വാർത്ഥനും സത്യനിഷ്ഠയില്ലാത്തവനും ഒക്കെയായി മാറും. പക്ഷെ മിക്ക മനുഷ്യരുടെ കാര്യത്തിലും അവർ വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകളുള്ളവരായിരിക്കും. എന്താണ് പലപ്പോഴും സംഭവിക്കുന്നത്? പ്രകടനം പലപ്പോഴും നല്ല നിലയിലായി തീരാറില്ല. ജീവിതം അവനോട് നല്ല നിലയിൽ പെരുമാറുന്നില്ലെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു.
കൂടുതൽ ക്ലേശിച്ചു കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾ തീരുമാനിക്കുന്നു. അടുത്ത സന്ദർഭത്തിൽ അയാൾ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരിൽ നിന്ന് ഇനിയും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നവനോ കാരുണ്യവാനോ ആയിത്തീരുന്നു. എപ്പോഴും നാടക പ്രദർശനം അയാൾക്ക് അനുയോജ്യമാകുന്നില്ല. ഏതാണ്ടൊക്കെ തെറ്റ് തനിക്കും സംഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും സമ്മതിക്കുമെങ്കിലും മറ്റുള്ളവരെയാണ് കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ അയാൾക്ക് ഉറപ്പാണ്. അയാൾ കോപിഷ്ഠനും ധാർമ്മിക ദോഷമുള്ളവനും തന്നോട് തന്നെ സഹതാപമുള്ളവനുമായി തീരുന്നു. അടിസ്ഥാനപരമായി അയാളുടെ കുഴപ്പം എന്താണ്? ദയാലുവായിരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അയാൾ യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യാന്വേഷണിയല്ലേ? സംതൃപ്തിയും സന്തോഷവും തൻ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്താൽ കൈപ്പൊടിയിൽ ഒതുക്കാമെന്ന മിഥ്യാധാരണയുടെ ഇരയല്ലേ അയാൾ? അയാൾ ഒഴികെയുള്ള മറ്റ് നടന്മാർക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടതെന്ന കാര്യം വ്യക്തമല്ലേ? ആ നാടക പ്രകടന രംഗത്ത് നിന്ന് കിട്ടാവുന്നതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അയാൾ ഒരു തിരിച്ചടിക്കുവാൻ അയാളുടെ പ്രവർത്തികൾ അവരെ സജ്ജമാക്കുന്നില്ലേ? അയാളുടെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ പോലും അയാൾ സൗഹാർദ്ദത്തിൻ്റെതിനേക്കാൾ കുഴപ്പങ്ങളുടെ സൃഷ്ടാവായിരുന്നില്ലേ? ആളുകൾ ഈയിടെയായി പറയാനുള്ളത് പോലെ നമ്മുടെ നടൻ സെൽഫ് സെന്റേർഡ് ഈഗോ സെൻട്രിക് എന്ന് പറയുന്ന സ്വാർത്ഥ തൽപരതയും അഹങ്കാരവും കൂടിക്കലർന്ന അവസ്ഥയിലുള്ള ഒരുവനാണ്. മഞ്ഞുകാലത്ത് ഫ്ലോറിഡയിലെ ഇളം വെയിലിൽ അലസമായി കിടന്നുകൊണ്ട് രാജ്യത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുന്ന ഒരു റിട്ടയർഡ് ബിസിനസ്സുകാരനെ പോലെയാണ് അയാൾ. 20ാം നൂറ്റാണ്ടിന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് നിലവിൽപ്പെടുന്ന വൈദികനെ പോലെ ലോകത്തിൽ അവരൊഴികെല്ലാം മര്യാദക്കാരായാൽ എല്ലാം സാങ്കല്പിക ലോകം അല്ലെങ്കിൽ ഉട്ടോപ്യ പോലെയായി തീരുമെന്നുള്ള രാഷ്ട്രീയക്കാരെയും പരിഷ്കർത്താക്കളെയും പോലെ സമൂഹം തന്നോടും തെറ്റ് ചെയ്തു എന്ന് കരുതുന്ന നിയമനിഷേധിയായ ഭവനവേദന കവർച്ചക്കാരനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട ഒടുവിൽ തടലാക്കപ്പെട്ട ഒരു അമിത മധ്യാസക്തനെ പോലെ നമ്മുടെ പ്രതിഷേധങ്ങൾ എന്തൊക്കെയായാലും നമ്മിൽ പലരും സ്വന്തം കാര്യങ്ങളിൽ മാത്രം വെറുപ്പുകളിലും സ്വയം സഹതാപങ്ങളിലും മാത്രം താല്പര്യമുള്ളവരല്ലേ? സ്വാർത്ഥത പ്രശ്നങ്ങളുടെ മൂലകാരണമാണെന്ന് നാം കരുതുന്നു. ഭയത്താലും സ്വന്തമായ മിഥ്യാധാരണകളാലും ഭാഗ്യാന്വേഷണങ്ങളാലും സ്വയം സഹതാപത്താലും നയിക്കപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ സഹജീവികളുടെ മേൽ കുതിര കയറുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അവർ പലപ്പോഴും യാതൊരു പ്രകോപനവുമില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും നമ്മെ പലപ്പോഴും ദ്രോഹിക്കുന്നു. പക്ഷെ പണ്ടപ്പോഴോ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ നാം എടുത്തിട്ടുണ്ടെന്നും അത് നമ്മെ പിന്നീട് ദ്രോഹിക്കപ്പെടാവുന്ന സ്ഥിതിയിൽ എത്തിച്ച് നിർത്തിയിട്ടുണ്ടെന്നും അനിവാര്യമായി നാം കാണുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ തന്നെ തെറ്റുകളാണെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ നിന്ന് തന്നെയാണ് അത് ഉയർന്നു വന്നത്. സ്വച്ഛയാൽ നയിക്കപ്പെട്ട് കുഴപ്പത്തിലെത്തിയതിന് അമിത മദ്യപാനാസക്തൻ ഒരു കടുത്ത ഉദാഹരണമാണ്. അയാൾ പലപ്പോഴും അങ്ങനെ കരുതുന്നില്ലെങ്കിലും അമിത മദ്യപാനസ്ഥനായ നമ്മൾ എല്ലാത്തിനും ഉപരിയായി ഈ സ്വാർത്ഥത ഉപേക്ഷിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും. ദൈവം അത് സാധ്യമാക്കുന്നു. അദ്ദേഹത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായി സ്വാർത്ഥതയിൽ നിന്ന് മോചിതനാകുന്നതിനുള്ള ഒരു മാർഗമുള്ളതായി കാണപ്പെടുന്നില്ല. ധാർമ്മികവും താത്വികവുമായ ദൃഢവിശ്വാസങ്ങൾ സമൃദ്ധമായി നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ തന്നെ ശക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടോ ആശ്രയിച്ചുകൊണ്ടോ ഞങ്ങളുടെ തന്നിൽ തന്നെയുള്ള ശ്രദ്ധാ കേന്ദ്രീകരണം കുറയ്ക്കാനും കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടായിരുന്നു. ഇങ്ങനെയാവുന്നതിന്റെ മുഖ്യ കാരണങ്ങൾ ഇതാണ്. ഒന്നാമതായി, ദൈവം കളിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. അടുത്തതായി, ഇനിയും അങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതാൻ തീരുമാനമെടുത്തു. അദ്ദേഹമാണ് മുതലാളി, ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കൾ. മിക്ക നല്ല ആശയങ്ങളും ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല് ഈ ആശയമായിരുന്നു. അപ്പൊ അവിടെ ആ ഒരു 2 പാരഗ്രാഫില് സെൽഫ് സെന്ററിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ അൺമാനേജബിലിറ്റിയെ സംസാരിക്കുമ്പോൾ നമ്മൾ 2-3 പടികളിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ 2-3 പടികളിലേക്കുള്ള യാത്രയിൽ നമ്മൾ ടേണിങ് പറയുന്നുണ്ട്. നമ്മൾ ടേണിങ് എങ്ങോട്ടാണ്? അതർ സെന്റർനെസ് അല്ലെ, മറ്റുള്ള കാര്യങ്ങൾ സെന്റർനെസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എപ്പോഴും 12 വാഗ്ദാനങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ 9th സ്റ്റെപ്പ് പ്രോമിസസിൽ പറയുന്നത് സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാർത്ഥ കാര്യങ്ങളിലുള്ള താല്പര്യം നമ്മൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മളോട് തന്നെ കാഠിന്യമുള്ളവനും മറ്റുള്ളവർ ദയാലുമായിട്ട് പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക്
നമ്മൾ എത്തിച്ചേരുന്ന ഇതാണ് അൺമാനേജബിലിറ്റി. എന്നിരുന്നാൽ തന്നെയും ഈ അൺമാനേജബിലിറ്റി നമ്മൾ പിന്തുടരുന്നുണ്ട് എവിടെ വരെ? മരണം വരെ. കാരണം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴൊക്കെ അത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാകുന്നു അപ്പോഴെല്ലാം ജീവിതം അൺമാനേജബിൾ ആവും. കാരണം നമുക്കറിയാം പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ് ജീവിതം. അപ്പോൾ പ്രവൃത്തികൾ സെൽഫ് സെൻറ്റേർഡ് ആകുന്നുണ്ടോ? എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണോ എൻ്റെ ഓരോ ചിന്തകളും പ്രവർത്തനങ്ങളും? അങ്ങനെയാകുമ്പോൾ നമ്മളത് ദൈവം കളിക്കുകയാണ്. അപ്പോൾ ദൈവം കളിക്കുന്ന ഏർപ്പാട് നിർത്തണം എന്നാണ് പറയുക. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ടേണിംഗ് പോയിന്റിൽ എത്തുന്നത്. അവിടെ നിന്നാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക്. കാരണം 10-ാം പടിയിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മളൊരു വേൾഡ് ഓഫ് സ്പിരിറ്റ് അല്ലെ, ഒരു ആത്മീയത. ഈ ചിന്ത ഞങ്ങളെ 10-ാം പടിയിലേക്ക് കൊണ്ടുവരുന്നു. നാം മുന്നോട്ട് പോകുമ്പോൾ പറ്റുന്ന തെറ്റുകൾ ശരിയാക്കുക എന്നും വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തൽ തുടരുക എന്നതുമാണ് ഇത് അനുശാസിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഞങ്ങൾ ശുചീകരിച്ചപ്പോൾ ഈ തരത്തിലുള്ള ഒരു ജീവിത രീതി ഊർജ്ജസ്വലമായി ഞങ്ങളിൽ ആരംഭിച്ചു. ഞങ്ങൾ ആത്മീയതയുടെ ലോകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത കർത്തവ്യം. അത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടരണം. സ്വാർത്ഥതയും സത്യമില്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരുകയാണ്. ഇവയിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തലപൊക്കുമ്പോൾ അവ നീക്കി തരുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി അടുത്ത ആരോടെങ്കിലും ഞങ്ങൾ ഇവയെപ്പറ്റി ചർച്ച നടത്തും. ഞങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ പരിഹാരം ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ചിന്തകൾ ഞങ്ങൾ തിരിച്ചുവിടുന്നു. സ്നേഹവും മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയുമാണ് ഞങ്ങളുടെ നിയമസംഹിത. അപ്പൊ അവിടെ വായിക്കുമ്പോൾ പറയുന്നുണ്ട് ജീവിതകാലം മുഴുവനും തുടരണമെന്ന്. അത് എന്തൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട്? സ്വാർത്ഥത ഇല്ലാതാക്കണം, സത്യമില്ലായ്മ ഇല്ലാതാക്കണം, വിദ്വേഷം ഇല്ലാതാക്കണം, ഭയം ഇല്ലാതാക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 10-ാം പടിയുടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ക്രിയാത്മകമായി ഞങ്ങളുടെ അന്നത്തെ ദിവസം പുനഃപരിശോധിക്കുന്നു. ഞങ്ങൾ വൈരാഗ്യമുള്ളവരോ സ്വാർത്ഥ ചിന്തയുള്ളവരോ ആയിരുന്നോ? സത്യനിഷ്ഠയില്ലാത്തവരോ ഭയപരവശരോ ആയിരുന്നോ എന്നൊക്കെ ഞങ്ങൾ ആരെങ്കിലും മാപ്പ് പറയേണ്ടതുണ്ടോ? മറ്റൊരു വ്യക്തിയോട് ഉടൻ തന്നെ തുറന്നു പറയേണ്ടത് എന്തെങ്കിലും കാര്യം ഞങ്ങൾ സ്വയം മറച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാവരോടും ഞങ്ങൾ ദയയുള്ളവനും കനിവുള്ളവനുമായിരുന്നിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായി ചെയ്യാമായിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? മിക്കവാറും സമയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നോ? അതോ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു? പൊതുവെ ജീവിതധാരയിലേക്ക് ഞങ്ങൾക്ക് എന്ത് പങ്ക് നൽകാൻ കഴിഞ്ഞു? ഇങ്ങനെയൊക്കെയുള്ള ഈ സമയത്ത് ഞങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ഈ അവസരത്തിൽ മനപ്രയാസത്തിലേക്കും ദുഃഖത്തിലേക്കും അനാരോഗ്യകരമായ ചിന്തകളിലേക്കും മനസ്സ് തന്നെ പോലെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനക്ഷമത മേൽപ്പറഞ്ഞ മൂലം നഷ്ടപ്പെടാനിടയുണ്ട്. ഇപ്രകാരമുള്ള പുനഃപരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ ദൈവത്തോട് മാപ്പിരക്കുകയും തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ എന്തെന്ന് ദൈവത്തോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. രാവിലെ ഉണരുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള 24 മണിക്കൂറിനെ കുറിച്ച് ചിന്തിക്കാം. ഞങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ഞങ്ങളുടെ ശരിയായ ചിന്തയ്ക്ക് വഴികാട്ടാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ആത്മനിന്ദയിലേക്കും അസത്യത്തിൽ നിന്നും തൻകാര്യ മാത്രനിഷ്ഠയിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഇതിനാവശ്യമായ മാർഗസിദ്ധിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായ കഴിവുകളെ ഉറച്ച മനസ്ഥിതിയോട് പ്രായോഗികമാക്കാൻ കഴിയുന്നു. കാരണം ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി ദൈവം ഞങ്ങൾക്ക് തലച്ചോറ് നൽകിയിട്ടുണ്ട്. ദുർമോഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചിന്ത മുക്തമാക്കപ്പെടുമ്പോൾ ചിന്തയുടെ പിൻബലമുള്ള ഞങ്ങളുടെ ജീവിതം കുറെ കൂടി ഉയർന്ന തലത്തിൽ എത്തുന്നു. അപ്പോൾ ഈ വേൾഡ് ഓഫ് സ്പിരിറ്റ്, ഈ 10-ാം പടിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ 1-ാം പടിയിലെ ഈ അൺമാനേജബിലിറ്റിയിൽ ഈ ഇവിടെ തുടങ്ങുവാണ് നമ്മുടെ വില്ല് അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് മറ്റ് സെൻറ്റേർനെസ്സിലേക്ക്, സെൽഫ് സെൻറ്റേർനെസ് നോക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കുന്നതിനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ട് നമ്മൾ ടേൺ ചെയ്യുന്നതാണ് നമ്മൾ ഈ പാരഗ്രാഫെല്ലാം വായിച്ചത്. നീ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് വി എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകുന്നു. ഞാൻ മാത്രം, അല്ലെങ്കിൽ എൻ്റെ കാര്യം, എൻ്റെ ഈഗോ, എൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അവളുടെ താല്പര്യം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റുവാൻ സാധിക്കണം. പറയുന്ന ഒരു വാക്കുണ്ട്, ഹെഡ് ഇൻ ക്ലൗഡ്സ് ഫീറ്റ് ഇൻ ഗ്രൗണ്ട് എന്ന്. അതായത് നമ്മുടെ തല ആകാശത്തായിരിക്കുമ്പോഴും കാലുകൾ നിലത്ത് തൊട്ടിരിക്കണം. അതെങ്ങനെയാണ് പറയുന്നത്? ആത്മീയതയുടെ ചിറകിലേറി ആകാശത്തു കൂടി പറന്നു കടന്നാലും
നിങ്ങളുടെ കാലുകൾ നിലത്ത് തൊട്ടിരിക്കണം. അവിടെയാണ് നിങ്ങളുടെ സഹോദരന്മാരുള്ളത്. അപ്പോൾ നമ്മുടെ തല എപ്പോഴും ആകാശത്തായിരിക്കണം. കാരണം ആത്മീയമായ ചിന്തകളിലൂടെ ആയിരിക്കണം നമ്മുടെ തല. പക്ഷെ നമ്മുടെ കാലുകൾ എപ്പോഴും നിലത്ത് തൊട്ടിരിക്കണം എന്നാണ് ബിൽ ഡബ്ല്യു ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ശക്തിയുടെ അഭാവമാണ് നമ്മുടെ പ്രതിസന്ധി. ലാക്ക് ഓഫ് പവർ ഈസ് അവർ ഡയലാമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലാക്ക് ഓഫ് പവർ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മുടെ പവർലെസ്നെസ് കണ്ടു. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിച്ചു, നമ്മുടെ ബന്ധങ്ങളെ. ട്രബിൾ വിത്ത് പേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരന്മാരുണ്ട്, ജോലി സ്ഥലത്തെ ആളുകളുണ്ട്, അയൽവക്കക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, സഹപാഠികളുണ്ട്, കൂട്ടുകാരികളുണ്ട്, ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പിനെ നമുക്കത് ബാധിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഇമോഷൻസിനെ ബാധിച്ചിട്ടുണ്ടാകും. നമ്മുടെ പെട്ടെന്ന് ദേഷ്യം വരിക, ഭയം വരിക, പിന്നെ സംതൃപ്തി ഇല്ലാതിരിക്കുക. നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് സംതൃപ്തി ഇല്ലാതിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ അൺമാനേജബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഫീലിംഗ് ഓഫ് യൂസ്ലെസ്നെസ്, നമ്മളെ ഒന്നിനും കൊള്ളില്ല, എങ്ങനെയും മരിക്കാം, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആർക്കും ഒരു ഉപകാരമില്ലാതെ ഞാൻ ജീവിക്കുന്നതിനൊക്കെയുള്ള ആ ഒരു ചിന്തകളെ നമ്മുടെ ജീവിതത്തെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വന്തം ഇച്ഛയാൽ നയിക്കപ്പെട്ട് സ്വാർത്ഥതയായിരുന്ന നമ്മളെ അതിൽ നിന്ന് മാറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് നമ്മളെ മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിസത്തിന്റെ പടികൾ.